ഹായ് ഓൾ, എല്ലാവർക്കും സൈലം ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം PSC ഒരു അപ്ഡേഷൻ ഇറക്കിയിരുന്നു അല്ലെ. നമുക്കറിയാം എന്താണ് നവംബർ മാസത്തിലെ 2024 നവംബർ മാസത്തിലെ കലണ്ടർ PSC പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ടെക്നിക്കൽ PSC എക്സാമുകൾ ഏതെല്ലാം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നവംബർ മാസത്തെ ടെക്നിക്കൽ എക്സാമുകൾ ഏതെല്ലാം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ നമുക്ക് വരാൻ പോകുന്നത് എക്സാമുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളും അതുപോലെ തന്നെ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കും എല്ലാം തന്നെ വളരെയധികം നല്ലൊരു സുവർണ അവസരമാണ് ഏത് നവംബർ മാസത്തിൽ PSC നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് 668/2023 വിളിച്ചിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഒരു പോസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ആ പോസ്റ്റിന്റെ എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7/11/2024 ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു എക്സാമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 9780 പേരാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് 659/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫിറ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെ വളരെയധികം ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. ആ എക്സാം വിളിച്ചിട്ടുള്ളത് ഈ നവംബർ മാസത്തിലെ ഏത് ഡേറ്റിലാണ് വരുന്നത്? 11/11/2024 ആ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്ന ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 14,321 പേരാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ്. ഇനി ആഫ്റ്റർ കൺഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? PSC ഒന്നും കൂടി ഇത് അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതില് 14,321 പേരാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം PSC പോയിന്റ് ഓഫ് വ്യൂല് മെക്കാനിക്കൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കിട്ടാൻ പോകുന്ന നല്ലൊരു പോസ്റ്റ് ആണ് ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഫിറ്റർ എന്ന തസ്തികയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന തസ്തികയിലേക്ക്. അതേപോലെ തന്നെ അടുത്തൊരു ട്രേഡും കൂടെ വരുന്നു. ഏതാണത്? ടേണർ എന്ന് പറയുന്ന ട്രേഡിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണ്. അതും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 14/11/2024 3 ദിവസത്തേക്ക് അപ്പുറം ഏതാണ് ടേണർ എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എന്ന് പറയുന്നത് 12,190 ആണ്. കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടേണർ ആയിക്കോട്ടെ ഫിറ്റർ ആയിക്കോട്ടെ നമുക്ക് എക്സാമുകളുടെ അന്തരം നടന്ന് 3 ദിവസമാണ്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായ പഠനം കൊണ്ടുപോയി കഴിഞ്ഞാല് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 പോസ്റ്റുകളിലേക്കും ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അതുപോലെ തന്നെ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ട്രേസർ എന്ന് പറയുന്ന പോസ്റ്റ് അല്ലെ. അത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ആ വിളിച്ച സമയത്ത് എല്ലാം തന്നെ എന്താണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമുകളാണ് അത് നടത്തുന്നത്. തിരുവനന്തപുരത്തേക്കും തൃശ്ശൂര്, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, ലാസ്റ്റ് കണ്ണൂർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ജില്ലകളിലേക്കാണ് ഈ ഒരു എക്സാം വിളിച്ചിട്ടുള്ളത്. ആ എക്സാമിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ആ ഒരു ഡിസ്ട്രിക്ട് വൈസിൽ എക്സാമിലേക്ക് 1-2 വേക്കൻസി ആണെങ്കിൽ പോലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കമ്പാരിറ്റീവ്ലി നമുക്ക് ആ ഒരു വേക്കൻസി മീൻസ് നമ്മളുടെ ആ ഒരു അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്രത്തോളം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്തേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 8,777 ആണ്. ഇനി അത് തൃശ്ശൂരിലേക്ക് പോയാൽ 4,291 ആകുന്നുണ്ട്. ദെൻ ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ 3,507 ആണ്. ദെൻ നമുക്ക് വരുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ 2,222 ആണ്. ഈ എല്ലാ എക്സാമുകളും ഒരേ ദിവസം തന്നെയാണ് നടത്താൻ PSC നിശ്ചയിച്ചിട്ടുള്ളത്. 22/11/2024 ഈ പറയുന്ന എക്സാമുകൾ നടത്തുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലേക്കും പാലക്കാട് ജില്ലയിലേക്കും മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ആൾക്കാരുടെ അപ്ലൈ ചെയ്ത എണ്ണം നോക്കാം. ഇടുക്കിയിലേക്ക് 2016 പേരേ ഉള്ളൂ. ഇനി അത് പാലക്കാടിലേക്ക് വന്നാൽ 2,611 ദെൻ അടുത്തത് വരുന്ന മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് 4,374 ഇനി അത് കണ്ണൂരിലേക്ക് വരുമ്പോൾ 4,153 ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ്
നമുക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക. നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് എല്ലാവരും തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സിലബസ് നോക്കിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കി നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായുള്ള ചിട്ടയായ പഠനം തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു പോസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ആ പോസ്റ്റിന്റെ എക്സാം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 28/11/2024 നവംബർ 28-നാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിലേക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്നുള്ളത് 15,575 പേരാണ് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് നോക്കി പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാമിന് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നമുക്ക് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിലെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/9/2024 അപ്പോൾ എല്ലാവരും ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. 11/9/2024 ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, എക്സാമുകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ ചിട്ടയായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സൈലം ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ.